എന്നതാ ഡൈനിങ് ഹോളിൽ വാഷ് ബേസിൻ വേണ്ടാന്ന് തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ളല്ലോ. പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ചില്ലി കാശ് ഞാൻ തരത്തില്ല. എന്നതാ അയ്യോ, കഴിഞ്ഞ ആഴ്ച ഇറക്കിയ സിമന്റ് താൻ എന്നാ ചെയ്തു? ഒരു കൊല്ലം കൊണ്ട് വീട് തീർത്ത് താക്കോല് തരാന്ന് പറഞ്ഞിട്ടിപ്പം കൊല്ലം 3 എന്നാ കാശല്ലാതെ പുളുങ്കുതാണോടോ ഞാൻ എണ്ണി തരുന്നത്? എടോ കുര്യാക്കോസേ, താൻ എന്നോട് കോൺട്രാക്ടർ കളിച്ചേക്കല്ലേ. വർഗീസേട്ടൻ കോൺട്രാക്ടർ ചീത്ത പറയാൻ ഫോൺ വിളിക്കുന്ന കാശുണ്ടെങ്കിൽ നാട്ടിൽ നല്ലൊരു വീട് പണിയായിരുന്നു. പെര പണിയുന്നോന്റെ ദണ്ണം അത് പണിയുന്നോനെ അറിയത്തുള്ളൂ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അതിലൊന്ന് ചുരുണ്ടുകൂടി കിടന്നേച്ചും പിറ്റേന്ന് തന്നെ മേലോട്ട് കെട്ടിയെടുത്താലും വേണ്ടിയല്ലായിരുന്നു. റൂമിലെ പുതിയൊരു ആള് കൂടി വരുന്നുണ്ട്, അബ്ദുള്ളൊക്കെ വിളിച്ചു പറഞ്ഞതാ. ആ, അപ്പൊ വാടകയുടെ ഷെയർ ഇച്ചിരി കുറയും. ആ കാശുണ്ടെങ്കിൽ നാട്ടിലൊരു ജാക്ക് സിമന്റ് മേടിക്കാം. ഓ, കുളിമുറി കയറി ഇതുപോലെ പള്ളി നീരാട്ട് നടത്തിയ ആ കാശ് അങ്ങ് പോയി കിട്ടും. ഒരു 100 ലിറ്റർ വെള്ളം വേണം ഈ പൂവാലിന് കുളിക്കാൻ. സിബീഷേ, മതിയാക്കടാ. എന്റെ വർഗീസേ, ജലദോഷം കാരണം ഞാനിന്ന് കുളിച്ചിട്ടില്ല. അതും കൂടി ചേർത്ത് സിബീഷ് കുളിച്ചോട്ടെ. ഒന്നിച്ച് താമസിക്കുമ്പോ ഇങ്ങനെ കണക്ക് പറയരുത്. ഇവന്റെ കാര്യത്തില വിട്ടേള വർഗീസേ. എല്ലാരും എത്തിയോ? എത്തി. എല്ലാം ടിവിയുടെ മുന്നിലാ. എലക്ഷൻ നാട്ടിലാണെങ്കിലും അതിന്റെ പൊരിച്ചില് മുഴുവൻ ഇവിടെ. ഏത് തെണ്ടി ഭരിച്ചാലും സിമന്റിനും കമ്പിക്കും വില ഉറക്കത്തില്ല. പിന്നെ നമുക്കെന്നതാ? നമസ്കാരം. ഏഷ്യാനെറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സനീഷ്. പ്രധാന വാർത്തകൾ. നാളെ ബഷീറിന്റെ ബാർബർ ഷാപ്പിൽ നല്ല തിരക്കായിരിക്കും. മീശ പഠിക്കലും മൊട്ടയടിക്കലും എല്ലാം കൂടെ. മരിച്ചാലും കോട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങില്ലാതെ തീരുമാനിച്ച ചിലരെയൊക്കെ നാളെ മുതൽ മനുഷ്യക്കോലത്തിൽ കാണാം. അതെ, PK നായർ തോറ്റ ഞാൻ എന്റെ കോട്ടൂരി വയ്ക്കുന്നു ബെറ്റ് വെച്ചത് നേരാ. പക്ഷെ കുന്നത്തൂര് ജേക്കബ് തോറ്റാൽ മനുഷ്യരെ വെറുപ്പിക്കണ കവിത എഴുതണ പരിപാടി നിങ്ങളും നിർത്തണം. എങ്കിൽ പിന്നെ പ്രവാസ സാഹിത്യ ലോകം സ്തംഭിച്ചു പോകും. 24 മണിക്കൂറും കയ്യിൽ ബ്യൂട്ടി പാർലറും കൊണ്ട് നടക്കണ നിനക്കേ മനുഷ്യരുടെ വേദന മനസ്സിലാവില്ല. ഇതാ നമ്മുടെ പുതിയ താമസക്കാരൻ മുകുന്ദൻ. ഇത് നമ്പ്യാർ, ഒരു പ്രൈവറ്റ് കമ്പനിയിലെ PRO ആണ്. ഇവിടുത്തെ മലയാളികളുടെ ഇടയിൽ ആളൊരു പ്രമാണിയാണ്. ഹലോ, 1971 മുതല് ഞാൻ ഇവിടെ ഉണ്ട്. അന്ന് കേറിക്കൂടിയതായി ഈ കോട്ടിനുള്ളിൽ, പിന്നെ ഇന്ന് വരെ പുറത്തിറങ്ങിയിട്ടില്ല. കോട്ടു നമ്പ്യാരെന്ന് പറഞ്ഞാലേ തിരിച്ചറിയൂ. ഞാൻ പൂക്കുഞ്ഞി, അത് വർഗീസ്. ഹായ്, ഞാൻ സുബീഷ്. ഞാൻ അനന്തൻ. ഞാൻ അബു. ഞാൻ വിശ്വൻ കദളിക്കാട്. വായനാശീലമുണ്ടെങ്കിൽ കേട്ട് കാണും. മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് ആണ്. അവരെ പത്രത്തിൽ നിങ്ങളെ കവിത വരാറില്ലല്ലോ. കൊല്ലം കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ജനകീയ മുന്നണിയുടെ ഷിഹാബുദ്ദീൻ വിജയിച്ചു. സോഷ്യലിസ്റ്റ് മുന്നണിയുടെ പരമ്പരാഗത മണ്ഡലമായ ഇവിടെ അവരുടെ R ഗോപകുമാറിനെയാണ് ഷിഹാബുദ്ദീൻ പരാജയപ്പെടുത്തിയത്. കോഴിക്കോട് മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് യുവനേതാവ് നജീബ് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി മാപ്പിള ലീഗിലെ മുഹമ്മദ് ജബ്ബാറിനെ 762 വോട്ടിന് അട്ടിമറിച്ചു. ജനകീയ മുന്നണിയുടെ കുത്തക മണ്ഡലമായ ഇവിടെ ആദ്യമായാണ് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് ചെമ്മണ്ണൂർ നിയോജക മണ്ഡലത്തിൽ സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായ PP കരുണൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ സുധാകരനെ 7304 വോട്ടിന് പരാജയപ്പെട്ടു. പരമ്പരാഗത മണ്ഡലമായ ചെമ്മണ്ണൂരിൽ ആദ്യമായാണ് കരുണൻ മത്സരിച്ചത്. ഞങ്ങളുടെ നിയോജകമണ്ഡല ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നത്. 140 ഫലം പ്രഖ്യാപിച്ചത് 20. സോഷ്യലിസ്റ്റ് മുന്നണി ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു. ഹലോ, അതെ, കൊടുക്കാം. ഹലോ ഹലോ, ലാൽ സലാം സഖാവേ. ജയിച്ച വിവരം TV കണ്ടു. ഭൂരിപക്ഷം വല്ലാതെ കുറഞ്ഞു പോയല്ലോ. പിന്നെ മണ്ഡലത്തിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ ഒരു മുൻഗണനാ ലിസ്റ്റ് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. TV ചാനൽ, പത്രം എന്നൊക്കെ പറഞ്ഞുള്ള കറക്കം ഇനി വേണ്ട. നിയമസഭ ഇല്ലാത്തപ്പോ ചെമ്മണ്ണൂരിൽ തന്നെ ഉണ്ടാവണം. ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും സഖാക്കളും കൂടി ചെയ്തോളാം. സഖാവ് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. പിന്നെ പോയ കാര്യം ഓർമ്മയുണ്ടല്ലോ, ആ ബാങ്കിലെ മാനേജറെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്.
കിട്ടിയ കാശ് തോന്നിയ പോലെ ചെലവാക്കാതെ ആ ബാങ്കിലെ കടം കുറെ കൂടി വേഗത്തിൽ അടച്ചു തീർക്കാൻ നോക്ക്. കിട്ടുന്ന കാശിന്റെ തോന്നിയ പോലെ ചെലവാക്കുന്നതിന്റെ കാര്യം ഞാനിപ്പോ പറയുന്നില്ല. എന്റെ കാർഡ് തീരാറായി. എല്ലാ സഖാക്കളോടും എന്റെ അന്വേഷണം പറയൂ. ആ ശരി ശരി. രൂപാമൂന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നാ തോന്നണേ. അവിടെ പോയപ്പോ ഒക്കെ മറന്നു. ബാങ്കിലെ കടം മറന്നു, നാട് മറന്നു, പാർട്ടീനെ സഖാക്കളെ ഒക്കെ മറന്നു. ദുബായിലിപ്പോ കാശും പൊന്നും വാരിക്കൂട്ടുന്ന തിരക്കില്ലല്ലേ? ഒരു സ്ട്രോങ് സുലൈമാനി. അതങ്ങോട്ട് വേഗം എടുത്തു കൊടുക്ക്. മുകുന്ദ, നീ എന്താ ഇവിടെ? അബ്ബാസോ, എനിക്കിപ്പോ ഇവിടെയാണല്ലോ പണി. ഇവിടെയോ? അപ്പൊ അന്ന് മാർക്കറ്റിൽ വെച്ച് പരിചയപ്പെടുത്തി അറബി തന്ന ജോലി നീ വിട്ടോ? ആ അറബി എനിക്ക് ജോലി തന്നില്ലല്ലോ. അയാൾ പിറ്റേന്ന് തന്നെ എങ്ങോട്ടോ പോവാണ്, 5-6 മാസം കഴിഞ്ഞേ വരൂ എന്നാണല്ലോ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ജെയിംസിനോട് പറഞ്ഞത്. ജെയിംസ് അല്ല അയാളോട് സംസാരിച്ചത്. എനിക്ക് അറബി അറിയില്ലല്ലോ. നിന്റെ ആൾക്ക് ജോലി കൊടുത്തുന്നാണല്ലോ പിന്നീട് കണ്ടപ്പോ അറബിനോട് പറഞ്ഞത്. السلام عليكم بوس. أنا عباس ديرة. كيف لك؟ أنت أتى شغل عدد يوم شاديك مالي. هو موجود منك؟ ഓക്കെ ശുക്രൻ. മാസലാം. എന്താ സംഭവം? ആ ജോലി ആണുങ്ങളും കൊണ്ടുപോയി. അന്ന് നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു ഇത്തിക്കണ്ണി, അവനിപ്പോ ആ കമ്പനിയിലെ പെർമനന്റ് സ്റ്റാഫാ. ആര്? ജെയിംസോ? ചെമ്മന്നൂർ വെച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ക്യൂബ മുകുന്ദനെ ഓർക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും ഒരു അഭിമാനമായിരുന്നു. നാട് കാക്കാൻ വേണ്ടി കാട്ടിയ വീറും വാശിയും തൻ്റെയൊക്കെ സ്വന്തം ജീവിതത്തിൽ കുറച്ചെങ്കിലും കാട്ടായിരുന്നില്ല നിനക്ക്? എന്താ നിനക്ക് പറ്റിയത്? സഖാവ് സൊസൈറ്റി ഗോപാലേട്ടൻ കാശ് തിരിമറി നടത്തിയെന്ന ഒരു കഥയുണ്ടാവുക. ആ കഥ തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് ബാധ്യതയും ഏറ്റെടുത്ത് ദുബായിക്ക് ഇങ്ങോട്ട് കയറിപ്പോരുക. ഗോപാലേട്ടന് തെറ്റുപറ്റിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, എന്നിട്ട് സ്വന്തം മോനത് വിശ്വസിച്ചു. വിശ്വസിച്ചിട്ടൊന്നുമല്ല, പക്ഷെ തെളിവുകളൊക്കെ. തെളിവ് എന്നിട്ട് എന്തുണ്ടായി? നീ ഇരിക്കേണ്ട സ്ഥാനത്ത് കരണം കയറി MLA ആയി. എനിക്ക് MLA മന്ത്രിയൊന്നും ആവണ്ട. ഞാനും അച്ഛനും ഒന്നും പാർട്ടി പ്രവർത്തിച്ചത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. പക്ഷേ അർഹതയില്ലാത്തവർ സ്ഥാനത്ത് വരുന്നത് തടയേണ്ടതും പാർട്ടിയോടും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കേണ്ടതും പാർട്ടി പ്രവർത്തകന്റെ കടമയാണ്. ഒരു ആരോപണം ഉണ്ടായാൽ ഉടനെ രാജിവെക്കാനും ലീവ് എടുത്തു മുങ്ങാനും നീ ആരാ? AK ആന്റണിയോ? ഇതിട്ടോ. എന്റെ ലൂസി, പിള്ളേരെ സ്കൂളിൽ അയച്ചേച്ച് നീ ആ വീട് പണി നടക്കുന്നിടത്തൊന്ന് ചെന്നില്ലേ? കണ്ണ് തെറ്റിയാൽ അവന്മാർ ആ സിമെന്റും കമ്പിയും മറിച്ച് വിൽക്കും. ശരി ഇതിലെ കാച്ചു തീർന്നു. ചിക്കൻ ഫ്രൈ ആൻഡ് ബിരിയാണി റെഡി. ഡെയിലി ചിക്കനോ? ഇത് ശരിയാവത്തില്ല. എനിക്ക് കൊളസ്ട്രോളാ. ഞാൻ ഇതിന് ഷെയർ തരിക. അതിന് ഇനി ഹാർട്ട് അറ്റാക്ക് വേണ്ട, ഇത് എന്റെ വകയാ. നാളെ എന്റെ മോളുടെ കല്യാണം. ഓ, അങ്ങനെയാണെങ്കിൽ ഒരു കഷ്ണം കഴിച്ചാലൊന്നും കൊളസ്ട്രോൾ കൂടത്തില്ല. ഷെയർ കൊടുക്കണ്ടെങ്കിൽ പിന്നെ ഡെയിലി കഴിച്ചാലും ഒരസുഖം വരത്തില്ല അല്ലേ ചേ? ആ, എന്തായാലും കോട്ടുനമ്പ്യാർക്ക് ചിക്കൻ കൊടുക്കണ്ട. വന്ന ആരാ? ചെങ്ങയ്യ? അതെ, അബ്ബാസ്. എന്റെ നാട്ടുകാരൻ തന്നെയാ. ഏത് കമ്പനിയിലാ ജോലി? കമ്പനിയിലൊന്നുമല്ല, മീൻ മാർക്കറ്റിലാ. ദുബായിലെ ഷാർജയില്ല? ദുബായ് തന്നെ. നിങ്ങള് രണ്ടാളും കൈക്കോളി. ഇന്ന് എന്താ കോള്? മോളുടെ കല്യാണം നാളെ. അതിന്റെ ഒരു സന്തോഷ. നിങ്ങൾ ഇരിക്കെ, ഞാനൊരു പ്ലേറ്റ് കൂടെ എടുത്തിട്ട് വരാം. വാ, അകത്തിരിക്കാം. മോളുടെ കല്യാണമായിട്ട് നിങ്ങൾ നാട്ടിൽ പോവാത്ത എന്ത്? ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ എന്താക്കാനാ? നിക്കാഹിന് വേണ്ടത് പൊന്നും പണോ, അതവിടെ കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ നോക്കി നടത്താൻ ഓളം മാമന്മാരുണ്ട്. എന്റെ അനിയന്മാര് 3 പേരുണ്ട്. ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് കൊണ്ട് 3 പവൻ കൂടുതൽ വാങ്ങാൻ പറ്റും. എന്റെ ഒരു ആവശ്യമില്ല അവിടെ. പക്ഷേ ഇന്നലെ രാത്രി മോള് വിളിച്ചിട്ട്, ബാപ്പ നിങ്ങൾ എന്റെ കല്യാണത്തിന് വരൂലെന്ന് ചോദിച്ചിട്ട് ഒരേ കരച്ചില്. അപ്പൊ നമ്മള് കരഞ്ഞു പോയി.